ാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബി.ജെ.പി. സംസ്ഥാന കാര്യാലയത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിനായി എത്തിയിരിക്കുന്നു. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. കെ.ജി. മാരാർ ഭവൻ ഉദ്ഘാടനം ചെയ്യുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തിയിരിക്കുന്നു. വലിയ ഒരുക്കങ്ങളാണ് അവിടെ നടത്തിയിരിക്കുന്നത്. അമിത്ഷായെ ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് സ്വീകരിക്കുന്നു. എ.പി. അബ്ദുള്ളക്കുട്ടിയെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പി.കെ. കൃഷ്ണദാസ്, നേതാക്കളെല്ലാവരും അദ്ദേഹത്തിന് ഷാളണിയിച്ച് സ്വീകരിക്കുകയാണ്. വി മുരളീധരൻ, കുമ്മനം രാജശേഖരൻ, രാജീവ് ചന്ദ്രശേഖരനൊപ്പമുണ്ട്. ഇന്നലെയാണ് ബി.ജെ.പിയുടെ സമ്പൂർണ്ണ ഭാരവാഹി പട്ടികയുടെ പ്രഖ്യാപനമുണ്ടായത്. ഭാരവാഹികളടക്കം അദ്ദേഹത്തെ അവിടെ കാത്തുനിൽക്കുന്നു. വി രാജേഷിനടക്കം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആർ റോഷിപാൽ നമുക്കൊപ്പം. ആർ റോഷിപാൽ, ആസ്ഥാന മന്ദിര ഉദ്ഘാടനത്തിനായി തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് തുടക്കമിടുന്നതിനായി അമിത്ഷാ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് വലിയ വരവേൽപ്പാണോ ഇപ്പോൾ കെ.ജി. മാരാർ ഭവന് മുന്നിൽ നൽകുന്നത്? സുജയ, വലിയ രീതിയിലുള്ള വരവേൽപ്പാണ്. ബി.ജെ.പിയുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും അമിത്ഷായെ വരവേൽക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ ഇവിടെയുള്ള നേതാക്കളെ അഭിവാദ്യം ചെയ്യുകയാണ്. ഇവിടെ ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് മുമ്പ് ഇവിടെ നേരത്തെയുള്ള പഴയകാല നേതാക്കൾ ഉൾപ്പെടെയുണ്ട്. വിശിഷ്ടാതിഥികളായി ഇവിടെ എത്തിച്ചേർന്ന് അവരെ അഭിവാദ്യം ചെയ്യുന്ന ദൃശ്യങ്ങളാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരുമുണ്ട്. അങ്ങനെ ബി.ജെ.പിയുടെ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന നേതാക്കൾ, നിലവിലെ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ ഈ പുതിയ സംസ്ഥാന കാര്യാലയത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷായെ സ്വാഗതം ചെയ്യുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു വലിയ പരിപാടിയാണ് അല്പസമയത്തിനകം ഈ ഉദ്ഘാടന ചടങ്ങിന് ശേഷം പുത്തരിക്കണ്ടം മൈതാനിയിൽ നടക്കുന്നത്. 25,000 പ്രതിനിധികളാണ് 5,000 വാർഡുകളിൽ നിന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നത്. ഏതാണ്ട് 1.5 ലക്ഷത്തോളം പ്രാദേശിക പ്രവർത്തകർ ഈ പരിപാടിയിൽ വെർച്വലായി പങ്കെടുക്കുമെന്നാണ് സംസ്ഥാന നേതൃത്വം പറഞ്ഞത്.